സച്ചി രഘു എപ്പിസോഡിലോട്ട് സ്വാഗതം. വർഷയുടെ മാല കള്ളന്മാർ പൊട്ടിച്ചുകൊണ്ട് പോയി ശ്രീകാന്ത് രക്ഷിച്ച് ആ മാല തിരികെ കൊടുക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ഇതാ മാല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ പറയുന്നുണ്ട്, താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്, ഇപ്പം എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യമൊന്നുമില്ല, പിന്നെ തക്ക സമയത്ത് വന്ന കാരണമല്ലേ ഞാൻ രക്ഷിച്ചത് എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഓ പിന്നെ ഞാനാണ് നിന്നെ രക്ഷിച്ചത്, ഞാൻ ഹെൽമെറ്റ് കൊണ്ട് തല്ലിയില്ലെങ്കിൽ നീ ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുകയായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതുകൊണ്ടൊരു ചെറിയൊരു ഡൗൺ ആയിപ്പോയി എന്ന് പറയാണ്. ഓ പിന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞു എന്ന് വർഷ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നമ്മൾ പരസ്പരം പറയാതെ തന്നെ അവിടെ ഇവിടെ വെച്ചൊക്കെ കാണുന്നുണ്ടല്ലേ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ഇപ്പം എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയാം. അങ്ങനെ പിന്നെ അവരവിടെ നിന്ന് പോവാണ്. പിന്നീട് അച്ഛമ്മയും കൂട്ടുകാരും ചേർന്ന് റൂമൊക്കെ അലങ്കരിക്കുന്നുണ്ട്, പൂക്കളൊക്കെ വാരി വിതറുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതി മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബെഡിലിടാനൊക്കെ ഉള്ളത്. അതിനുശേഷം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നല്ല പൂക്കളൊക്കെ തന്നെയല്ലേ പെൻഡിലൊക്കെ അലങ്കരിക്കാൻ എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അതെ അതെ, നല്ല പൂക്കൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ ആദ്യരാത്രിയിലൊരു സംഭവം ഉണ്ടായി എന്ന് പറയാണ് അച്ഛമ്മ. എന്നാൽ കേൾക്കട്ടെ, പറയൂ എന്ന് പാർവതി പറയുന്നുണ്ട്. അത് അലങ്കരിക്കാനായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബെഡിലിടാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പുറത്തുള്ള കുട്ടിക്കാട്ടിൽ ചെന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിച്ച് അത് ബെഡിലിട്ടു. അതിനുശേഷം എൻ്റെ ആൾ അതിൽ കടന്നിട്ട് ആകെ ചൊറിഞ്ഞോടുന്നതാണ് പിന്നെ ഞാൻ കണ്ടത്. പിന്നെ ഞാൻ റൂമിൽ തനിച്ചും എൻ്റെ ആൾ പിന്നെ പുറത്തുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പറിച്ചു കൊണ്ടുവന്നത് ഫുള്ള് വിഷപ്പൂക്കളായിരുന്നു, അതാണെന്ന് പറയാണ്. ഇത് വിഷപ്പൂവൊന്നല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നല്ല, ഇതൊക്കെ നല്ല പൂവാണെന്ന് അവിടെയുള്ളവർ പറയണം. അങ്ങനെ ഇതൊക്കെ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് രേവതി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രേവതി ഒരുങ്ങിയതിന് ശേഷം നമ്മുടെ മണിയറ തുറന്ന് നോക്കുകയാണ്. അപ്പം കണ്ട് ആകെ നല്ല അന്തം വിട്ട് നിൽക്കുകയാണ്. പൂക്കളൊക്കെ ആയി നല്ല ഭംഗിയിൽ കാണുമ്പോൾ രേവതിക്ക് സച്ചിയെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ സച്ചിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് രേവതി സ്വപ്നം കാണുകയാണ്, സച്ചി കൂടെ ഉള്ളതായിട്ട് സ്വപ്നം കാണുന്നു. സച്ചിയായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് രേവതി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ട്, ആ പാട്ട് മുഴുവൻ തീരുന്നത് വരെ അവർ തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ പ്രമോയിൽ നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അച്ഛമ്മ വന്ന് തട്ടി വിളിക്കുന്നുണ്ട്. സ്വപ്നം കാണുകയാണല്ലേ, ഇനി കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ, സച്ചി ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണെന്ന്, പിന്നെ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഭക്ഷണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഇനി സമയം. പാർവതിക്കൊരാഗ്രഹം, ആ ആഗ്രഹം നടത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയാണ്. എന്നിട്ട് ആഗ്രഹം പറയുന്നുണ്ട്, പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുകയാണ്. അങ്ങനെ അച്ഛമ്മമാരെല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. രേവതിയെ ചുറ്റി വട്ടം കറങ്ങി ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കാണെങ്കിൽ ആകെ നാണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് രേവതിയെ ഉമ്മ വയ്ക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പാട്ടായിരുന്നു, മണിമുറ്റത്താവണിപ്പന്തൽ, ആ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് പാട്ട് ഓഫ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ രേവതി, പക്ഷെ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം ഓടിച്ചെന്ന് നമ്മുടെ പാട്ട് ഓഫ് ചെയ്യാണ്. മതി ഇപ്പം എനിക്ക് നാണമൊന്നുമില്ല, എൻ്റെ നാണം മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ടേപ്പ് റെക്കോർഡർ എടുത്തിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ അച്ഛമ്മമാർ പറയുന്നുണ്ട്, പെണ്ണിൻ്റെ ഒരു നാണം കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയാണ്, അതൊക്കെ സച്ചി വന്നാൽ മാറ്റി കൊടുത്തോളും, സച്ചി ഇപ്പോൾ വരുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗജാനന്ദനെയാണ്. ഗജാനന്ദൻ അവർക്ക് പലിശ കൊടുക്കാനുള്ള ആൾക്കാരെയൊക്കെ ആളെ വിട്ട് പിടിച്ചു കൊടുത്തു. എനിക്ക് തരാനുള്ള പലിശ തരാതെ നിങ്ങളങ്ങ് മുങ്ങാൻ പറ്റുമോ എന്ന് ഗജാനന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ എന്നെ ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പലിശ തരാമെന്ന് ഞങ്ങളങ്ങ് ഉറപ്പൊന്നും തന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് തന്ന പണം ഞങ്ങൾ തിരിച്ചു തരും, അതിന് ജീവിതകാലം മുഴുവൻ പലിശ തരുന്ന എന്താ നിർബന്ധം എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ പറയാം എത്ര ധൈര്യം എന്ന് ഗജാനന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് വലിയ വർത്താനൊന്നും പറയണ്ട, നിങ്ങളുടെ വർത്താനം അന്ന് സച്ചിയുടെ മുൻപിൽ ഞങ്ങൾ കണ്ടതാണല്ലോ, അന്ന് കരയുന്നതും ഞങ്ങൾ കണ്ടതാ, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങ് പലിശ വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഗജാനന്ദന് ദേഷ്യം വരികയാണ്. ഇവർ പറഞ്ഞത് കണ്ടില്ലേ, ആ സച്ചിക്കാരനാണ് എല്ലാം, സച്ചിക്ക് നല്ലൊരു പണി കൊടുക്കണം എന്ന് ഗജാനന്ദൻ പറയാണ്. അപ്പോൾ എന്താ ഇനി ചെയ്യുക എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അവന് ഒരു വാടക വിളിക്കണം, അവൻ്റെ കാറ് നാട്ടിലുണ്ടല്ലോ, നാട്ടിൽ ഓടുന്നുണ്ട്, എറണാകുളത്തേക്ക് ഒരു വാടക വണ്ടിയിൽ കഞ്ചാവ് വെക്കണം, എന്നാൽ അവനെ പോലീസ് പൊക്കുമല്ലോ, അവൻ വണ്ടിയുടെ ഓണറേയും പിടിച്ചോളും, അപ്പോൾ അവന് നല്ലൊരു പണി കൊടുക്കാമെന്ന് ഗജാനന്ദൻ പറയാണ്. അങ്ങനെ അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ വാടക വിളിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നല്ല ലോങ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. സച്ചി ഫ്രണ്ട്സോളം എടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്, എന്നെ വിട്ടതൊന്നല്ല, പിന്നെ രേവതിയുടെ കാല് പിടിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നതാണെന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഉദയനെ
കണ്ടില്ലല്ലോ, ഉദയനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഉദയനെ കണ്ടില്ല എവിടെയെന്ന് ചോദിക്കുകയാണ്. അവൻ വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് മഹേഷിൻ്റെ കോള് വരുന്നത്. അങ്ങനെ എന്താണ് മഹേഷ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിന്ന് എറണാകുളത്തോട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ലോങ് ട്രിപ്പാണെന്ന് പറയാണ്. ഓ അപ്പോൾ എന്നെ കൂട്ടാതെ നീ പോവുകയാണല്ലേ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുവാടാ, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോവാം. ഇപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ഒരുമിച്ച് ഇനി ഒരു ദിവസം പോവാം, അപ്പോൾ പോയാൽ മതിയെന്ന് പറയാണ്. അതല്ലടാ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ആണോ എന്നാൽ നീ പൊക്കോ, എന്തിനത് എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലടാ ഒരു ലോങ് ട്രിപ്പല്ലേ, നിൻ്റെ വണ്ടിയല്ലേ, അപ്പോൾ നിന്നോടൊന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഓ നീ ശ്രദ്ധിച്ച് പോയാൽ മതിടാ, ബുക്കും പേപ്പറൊക്കെ വണ്ടിയിലുണ്ടല്ലോ, അതൊക്കെ നല്ല കറക്റ്റായിട്ട്. പിന്നെ ഉറക്കം വരുമ്പോൾ നീ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് പോയാൽ മതി, അങ്ങനെ ഉറക്കക്ഷീണം കൊണ്ടൊന്നും വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ മഹേഷിനോട് പറയുന്നുണ്ട് സച്ചി. അതിനുശേഷം എന്നാൽ ശരിയടാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ആ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള ആൾ വരികയാണ്. ഞങ്ങളിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ അടുത്ത് നിന്ന് പോവാണ്. അങ്ങനെ പിന്നെ ഗജാനന്ദൻ്റെ കയ്യിൽ നിന്ന് എവിടെ കഞ്ചാവ് എവിടെയെന്ന് ചോദിച്ച് വാങ്ങിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ വണ്ടിയിലുള്ള കഞ്ചാവ് പോലീസ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് സച്ചിയെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ നാട്ടിലോട്ട് പോവാണ്. ആരോടും പറയാതെ തന്നെ നാട്ടിലോട്ട് പോവും. അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പോലീസുകാരെ എതിർക്കുന്ന സമയത്ത് പോലീസുകാർക്ക് നേരെ കയ്യോങ്ങും സച്ചി. അപ്പോൾ ഇത് കണ്ട് പോലീസുകാർക്ക് ദേഷ്യം വരും. അങ്ങനെ അങ്ങോട്ടേക്ക് ആ സമയത്ത് രേവതിയും വരുന്നുണ്ട്. അതൊക്കെയാണ് തുടർന്നുള്ള എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് കാണാൻ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.